ഫുഡ് അടിക്കുക, ഉറങ്ങുക. ഫുഡ് അടിക്കുക, ഉറങ്ങുക. ഇത്രയും സുഖമുള്ളൊരു പരിപാടി ഈ ലോകത്ത് വേറെ എന്നാ ഉള്ളേ? പക്ഷെ ഇടയ്ക്ക് ഫുഡ് നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് തോന്നലുണ്ട് നിങ്ങൾക്ക്? അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. അനക്കിടയ്ക്ക് ഈ രാത്രി ഇങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു കല്യാണം കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് നല്ലോണം ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുമില്ല. അപ്പോൾ ഇതൊരു ദിവസം ഉച്ചയ്ക്ക് മുതൽ രാത്രി വരെ ഞാൻ റാൻഡംലി കഴിച്ച ഫുഡാണ്. ഇത് കണ്ണൂരിലെ പ്രമുഖമായിട്ടുള്ള ഒരു ബിരിയാണി കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ അവിടുത്തെ ബിരിയാണി ഇപ്പം അത്ര പോരാന്നും കസ്റ്റമറിലും കുറച്ച് നെഗറ്റീവ് റിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഓണർ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വീട്ടിലേക്ക് പാർസൽ അയച്ചാ. ഞാൻ കഴിച്ചു നോക്കി. എനക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബിരിയാണീൻ്റെ ഫ്ലേവറൊന്നും തീരെ പോരാ. പിന്നെ ആ റൈസിനെല്ലാം ഓരോ അങ്ങനെ എന്താ പറയുക, കുറച്ച് കട്ടിയുള്ള പോലത്തെ ഒരു ഫീലല്ല റൈസിന്. പിന്നെ റൈസെല്ലാം ഉരുണ്ടിരിക്കുന്ന ബിരിയാണി മസാലേൻ്റെ ഫ്ലേവറും പോരാ. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് തീർത്ത ശേഷം വൈകുന്നേരം ഒരു 4:30 ആ ഒരു സമയമായാലും ഒന്ന് കണ്ണൂർ ടൗണിലേക്ക് ഇറങ്ങി. കണ്ണൂർ ടൗണിലൊരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പിൽ അടിപൊളി ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഓഫർ ഉണ്ടെന്ന് കേട്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. 10 പീസ് ഫ്രൈഡ് ചിക്കൻ ഇവിടെ 599 രൂപയുള്ളൂ. അതായത് വലിയ 10 പീസ് ഫ്രൈഡ് ചിക്കനാണ്. സാധാരണ കാണുന്ന മീഡിയം സൈസ് അല്ല, നല്ല വലിയ 10 പീസ് ഫ്രൈഡ് ചിക്കന് വെറും 599 രൂപയുള്ളൂ. ഇവിടുത്തെ ഫ്രൈഡ് ചിക്കന് അങ്ങനെ ഭയങ്കര ഓവറായിട്ടുള്ള ബ്രെഡിംഗ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതാ നിങ്ങളിപ്പം കാണുന്നില്ലേ, ഈ ഒരു സ്റ്റൈൽ ബ്രെഡിംഗ് ആണ് ഇവരെ ഒരു പ്രധാന ഹൈലൈറ്റ്. പിന്നെ ചിക്കൻ സ്ട്രിപ്സിനും 6 പീസ് ഫ്രൈഡ് ചിക്കനെല്ലാം ആകെ 399 രൂപയുള്ളൂ. പിന്നെ 4 സ്പെഷ്യൽ സിഗ്നേച്ചർ ബർഗറുണ്ട് ഇവരെ. അതിൻ്റെ അകത്ത് 2 ചിക്കൻ ബർഗറും വരും, 2 ബീഫ് ബർഗറും വരും. അതിനാകെ 499 രൂപയുള്ളൂ. സംഭവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീഫിൻ്റെ പാറ്റിയെല്ലാം കൊള്ളാം, പക്ഷേ കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി. പിന്നെ ചിക്കൻ ബർഗർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചീസെല്ലാം ഇട്ടിട്ട് വരുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊട്ടാറ്റോ ബണ്ണാണ് വരുന്നത്, ബന്നായിട്ട് വരുന്നത്. ഭയങ്കര വലിയ ബർഗറല്ല, കുറച്ച് ചെറിയ ബർഗറാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലേറ്റ് ബഫലോ ഫ്രൈസും പറഞ്ഞു. ബീഫിൻ്റെ ഇത്രയും നല്ലൊരു ലോഡഡ് ഫ്രൈസ് കണ്ണൂർ ടൗണിൽ നിന്നൊന്നും ഞാൻ എന്തായാലും വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. കണ്ടമാനം സോസൊന്നും ഇവർ ഇതിൻ്റെ അകത്ത് വെറുതെ വാരി ഒഴിക്കുന്നൊന്നുമില്ല. ക്രീം ചീസും പിന്നെ ഇവരുടെ സിഗ്നേച്ചർ സോസും മാത്രമാണ് ബീഫിൻ്റെ ഫ്ലേവറിൽ ശരിക്കും കിട്ടും. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണിത്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ, എസ് എൻ പാർക്കിൻ്റെ അടുത്ത് കവിതാ തിയേറ്ററിൻ്റെ ഏകദേശം സൈഡിലായിട്ടുള്ള ഇതാ ഈ ചിക്കീസ് റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പേ ഉച്ചക്ക് ആ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പേ ടൗണിൽ പോയിനേനു. അന്നേ ദിവസം ഉച്ചക്ക് തന്നെ ഒരു 12 മണി ആ ഒരു സമയത്ത് കണ്ണൂർ പുതിയതായിട്ടൊരു കൊള്ളി ഐസ് കിട്ടുന്ന ഒരു സ്പോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ആടെ കയറിയിട്ട് ആടെയുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ ഐസും ഒറ്റയിരിപ്പിന് അയച്ചിന്. ഏകദേശം ഒരു 25 25ഇല്ല, ഒരു 18 20ഓളം ഐസ് ഞാൻ ഇടുന്ന ഒറ്റയിരിപ്പിനകത്താക്കി. ഫ്രൂട്ട് ബേസ്ഡ് വരുന്ന ഒരു 3 4 സിഗ്നേച്ചർ ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ. അത് ട്രോപ്പിക്കൽ ഗ്രേപ്പ്, ലെമണേഡ്, പിന്നെ മിക്സഡ് ബെറീസ്, പൾപ്പി മാംഗോ, പൾപ്പി പാഷൻ ഫ്രൂട്ട്, ഇങ്ങനത്തെ ഒരു 3 4 ഐറ്റംസ്. ആ 5 ഐറ്റംസ് കഴിച്ചിട്ട് അതിനകത്ത് എൻ്റെ ഫേവറേറ്റ് മാംഗോവും പിന്നെ ഗ്രേപ്പും ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ മിൽക്ക് ബേസ്ഡിൽ ബ്ലൂബെറി, റാസ്ബെറി, സ്നിക്കി ബാർ, കിറ്റ് കാറ്റിൻ്റെ ഒരു ഐറ്റം, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് അതും ട്രൈ ചെയ്തതിന്. അതിൻ്റെ അത് സ്നിക്കി ബാർ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. പിന്നെ ബ്ലൂബെറിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ലോട്ടസും കഴിച്ചിട്ടുണ്ട്. ലോട്ടസ് ബിസ്കോഫിൻ്റെ. ഇതാണ് പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ആയിട്ടുള്ള 3 ഐറ്റംസിൽ ഒരു ഐറ്റം. ദുബായ് കുനാഫ 75 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം. ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ കുനാഫേൻ്റെ ആ ഒരു റിച്ച്നെസ് എക്സ്പെക്ട് ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ കാരമൽ പോപ്പ് റോക്സ് ഉണ്ട്, പിന്നെ മറ്റേ കുക്കീസ് ആൻഡ് ക്രീം ഉണ്ട്. ഇതാണ് കാരമൽ പോപ്പ് റോക്സ്. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് പെനി എന്നാണ്. ലൊക്കേഷൻ വരുന്നത് നമ്മളെ കണ്ണൂർ എസ് എൻ പാർക്ക് റോഡിൽ തന്നെ കവിതാ തിയേറ്ററിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ. രാത്രി 1 മണി വരെ ഈ ഷോപ്പ് തുറക്കുവേ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് വീട്ടിലേക്കായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്നു. ഓന് തൊണ്ടക്ക് മുള്ള് വാങ്ങി ഒന്ന് ഹോസ്പിറ്റലിൽ വരുമെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നുമല്ല ശരിയായത്. നമ്മൾ ക്യാൻറ്റീൻ നടന്ന് സാൻഡ്വിച്ചും കാപ്പിയും കുടിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞ് സാൻഡ്വിച്ച് അധികം ചവക്കാണ്ട് ഇറക്കുന്നു. അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മുള്ള് പോയത്. ഇത് അന്നേ ദിവസം സന്ധ്യയ്ക്ക് തന്നെ നടന്ന വേറൊരു സംഭവമാണ്. ഇത് നിങ്ങൾ പറയുമ്പം വിചാരിക്കും ഇല്ലാത്ത സംഭവമാണെന്ന്, പക്ഷേ 100% നടന്ന സംഭവമാണിത്. ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കല്യാണ പന്തൽ കണ്ട് നേരെ അങ്ങോട്ട് വാങ്ങിക്കരി. ഒരു ഓഡിറ്റോറിയമാണിത് കണ്ണൂർ ടൗണിലെ. ഞാൻ വിളിക്കാത്ത കല്യാണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയത്. പക്ഷേ ഇതെന്നെ വിളിച്ച കല്യാണമായിരുന്നു. അവിചാരിതമായിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ ചങ്ങായി വിളിച്ചിന്. അങ്ങനെ അവിടെ കയറിയിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് അവിടെ ഇരുന്നിട്ട് ആട്ട പൊറോട്ട കഴിച്ച്, ബിരിയാണി കഴിച്ച്, വെള്ളയപ്പം കഴിച്ച്, നെയ്പ്പത്തിൽ കഴിച്ച്, പിന്നെ കല്ലുമ്മക്കായ് കഴിച്ച്, മട്ടൺ സ്റ്റൂ കഴിച്ച്, ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ചിന്. ഫുഡ് കുഴപ്പമില്ല, പക്ഷേ ബിരിയാണി ഉണ്ടല്ലോ, ഇത് തണുത്ത മറ്റേ ഐസ്ക്രീം കുടിച്ചിട്ടില്ലേ ഉച്ചക്ക്, ഐസ് കഴിച്ചിട്ടില്ലേ, അതിനേക്കാളും തണുപ്പുണ്ടായിരുന്നു സത്യമായിട്ടും. ഇത് ഫുൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ലേശം ചൂട് മറ്റേ മട്ടൺ സ്റ്റൂ എല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ അവസാനം കഴിച്ചത്. ബിരിയാണി അത്ര പോരേനും ബാക്കി ഫുഡൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം കൂടെ ലേശം കുഴച്ച് കഴിച്ച് കൈയെല്ലാം കഴുകിയിട്ട് ആ ടീ കൗണ്ടറിൽ പോയിട്ട് അവിടുന്ന് ജിഞ്ചർ ടീ 2 ഗ്ലാസ് നല്ല ചൂടോടെ കുടിച്ചു കേട്ടോ. എനിക്ക് തൊണ്ടക്കെല്ലാം ഭയങ്കര വേദന. ഉച്ചക്ക് ഐസ്ക്രീം ഐസെല്ലാം കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു തൊണ്ടവേദനയെല്ലാം ഉണ്ട്.
പക്ഷെ അവിടുന്ന് ഒരു മധുരം പോലും ഞാൻ കഴിച്ചില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ 2, 3 ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ അവരോട് സംസാരിച്ചിരുന്ന ശേഷം അവര് പറഞ്ഞു, "വാ എവിടെയെങ്കിലും ഫുഡ് അടിക്കാൻ പോവാന്ന്" പറഞ്ഞിട്ട് ഞാനും അവരും കൂടെ നമ്മളെ ഇരിട്ടി പാലത്തുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് പോയി കഴിഞ്ഞാൽ ആടെ ഒരു തട്ടുകടയില്ലേ? ഒരു ചെറിയ റെസ്റ്റോറന്റ് സെറ്റപ്പില്ലേ? ആടെ കേറിയിട്ട് ആട്ന്ന് നല്ലോണം അടിച്ച് സെറ്റാക്കിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയും ഈ ഡക്കിൻ്റെ കറിയും പറഞ്ഞു. മൊയലുണ്ടെന്ന് കേട്ടിട്ടാ കേറിയത്. പക്ഷെ മൊയല് തീർന്നു പോയി നമ്മള് കേറുമ്പത്തേക്ക്. ഡക്കിൻ്റെ കറി ഡക്ക് ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ആ കറിക്കെന്തോ ഒരു മീനിൻ്റെ ചൊവ. ഇതാണ് ആ റെസ്റ്റോറന്റ്. പിന്നെ ആട്ന്ന് ഒരു കൂപ്പണും കിട്ടീന്. ഇതിനകത്തെന്തെങ്കിലും പ്രൈസ് കിട്ടുവോളി. ആട്ന്ന് ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അവിടുന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഉളിയിലുള്ള ഹൈവേ തട്ടുകടയില്ലേ? നമ്മളെ സുനിത ഫർണിച്ചറിൻ്റെ എല്ലാം ഏകദേശം സുനിത ഫർണിച്ചർ എത്തണ്ട ഇരിട്ടീന്ന് വരുമ്പോൾ. അതിൻ്റെ മുമ്പിലായിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഹൈവേ തട്ടുകടയിൽ കേറിയിട്ട് ഞാൻ പറഞ്ഞിട്ടാ ഇവിടെ കേറിയത്. ഇവിടെ നല്ല എല്ല് കറി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എല്ല് കറി വളരെ ദുരന്തേനു. അങ്ങനെ ദുരന്തമായിട്ടുള്ള എല്ല് കറിയും കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോണ്ട് മമ്പറത്ത് മറ്റേ ചങ്ങായി "പൊന്നു സോദരാ എന്തിനാ വേദന സഹിക്കണ് മുട്ട തൈലം വാങ്ങി തേച്ചോളി" എന്ന് പറയുന്ന ആ ചങ്ങായി. പിന്നെ ആ ചങ്ങായിൻ്റെ അടുത്തുനിന്ന് കുക്കുടാന്തി മുട്ട തൈലവും വാങ്ങി. അപ്പം ശരി.